മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന വിഷയത്തെപ്പറ്റി ആവട്ടെ നമ്മുടെ ഇന്നത്തെ ചർച്ച. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന വാക്കുകൾ ഒരു തലമുറയുടെ തന്നെ സ്വപ്നങ്ങളെ കുഴിച്ചു മൂടിയിട്ടുണ്ട് അല്ലേ? നമ്മൾ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ ഈ ചോദ്യത്തിൻ്റെ തടവറയിലാണ് ജീവിക്കുന്നത്. സ്കൂളിൽ ഏത് ബാഗ് വാങ്ങണം എന്നത് മുതൽ ജീവിതത്തിൽ ആരെ കല്യാണം കഴിക്കണം എന്നതുവരെ തീരുമാനിക്കുന്നത് നമ്മളല്ല, നമ്മളെ നോക്കി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ അദൃശ്യമായ കണ്ണുകളാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ വിലയിരുത്തുന്ന ഈ മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തെപ്പറ്റി ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്നതാണ്. അവൻ്റെ മോൻ ഗൾഫിൽ പോയില്ല, അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ആൾ നിന്റെ വീട്ടിലെ വാടക കൊടുക്കാൻ വരില്ല. പെണ്ണിന് വയസ്സ് 28 ഇനിയും കെട്ടിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന ബന്ധു നിന്റെ മകളുടെ മനസ്സിലെ സങ്കടം കാണുന്നുണ്ടോ? കിട്ടിയ ജോലി കളഞ്ഞിട്ട് ബിസിനസ് തുടങ്ങാൻ പോകുന്നു, വട്ടാണ് എന്ന് കളിയാക്കുന്ന കൂട്ടുകാരൻ നിന്റെ മാസത്തിലെ EMI അടയ്ക്കാൻ നിന്നെ സഹായിക്കില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് അവരുടെ അഭിപ്രായങ്ങൾക്ക് നമ്മൾ ഇത്ര വില കൊടുക്കുന്നത്? ഇതിൻ്റെ പിന്നിലെ മനഃശാസ്ത്രം വളരെ ലളിതമാണ്. നമ്മളെല്ലാവരും അംഗീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കാൻ, വ്യത്യസ്തനാകാൻ, പരിഹസിക്കപ്പെടാൻ നമുക്ക് ഭയമാണ്. ആ ഭയം മുതലെടുത്താണ് ഈ സമൂഹം നമ്മളെ നിയന്ത്രിക്കുന്നത്. നീ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ വീട്ടിലിരുന്ന് കോമാളിത്തരം കാണിക്കുന്നു എന്ന് പറയും. നീ ജോലി രാജിവെച്ച് സ്വന്തമായി എന്തെങ്കിലും ചെയ്താൽ അഹങ്കാരം മൂത്തു എന്ന് പറയും. പക്ഷേ അതേ നീ നാളെ വിജയിച്ചു വന്നാൽ അതേ ആൾക്കാർ തന്നെ നമ്മുടെ നാട്ടിലെ പയ്യനാണ്, ഞങ്ങൾ അന്നേ പറഞ്ഞതാ അവൻ മിടുക്കനാണെന്ന് എന്ന് നെഞ്ചും വിരിച്ച് നടക്കും. അതായത് നാട്ടുകാരുടെ അഭിപ്രായം കാലാവസ്ഥ പോലെയാണ്, അതെപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. മാറുന്ന കാലാവസ്ഥയെ പേടിച്ച് നമ്മൾ വീടിന് പുറത്തിറങ്ങാതിരുന്നാൽ ജീവിതം മുഴുവൻ 4 ചുവരുകൾക്കുള്ളിൽ തീരും. ഈ പേടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, നിന്റെ ജീവിതത്തിൻ്റെ റിമോട്ട് കൺട്രോൾ തിരിച്ചു പിടിക്കുക. ആദ്യം മനസ്സിലാക്കേണ്ട സത്യം നാട്ടുകാരുടെ ഓർമ്മശക്തി വളരെ കുറവാണ് എന്നതാണ്. ഇന്ന് നീ ഒരു തെറ്റ് ചെയ്ത് എല്ലാവരും കളിയാക്കിയാൽ കൂടി കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് വേറെ ആരുടെയെങ്കിലും കഥ പറയാൻ കാണും. പക്ഷേ നീ പേടിച്ച് തുടങ്ങാതിരുന്ന സംരംഭം, നീ പറയാതെ പോയ പ്രണയം, നീ എടുക്കാതെ പോയ റിസ്ക്, അതിൻ്റെ വേദന നിൻ്റെ കൂടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാകും. രണ്ടാമതായി, നിൻ്റെ ജീവിതം തീരുമാനിക്കാനുള്ള അവകാശം ആർക്കും കൊടുക്കരുത്. നിൻ്റെ അച്ഛനും അമ്മയും ഉറ്റ സുഹൃത്തുക്കളും ഒക്കെ മതി, അവരുടെയൊക്കെ അഭിപ്രായം നിനക്ക് മാനിക്കാവുന്നതാണ്. ബാക്കിയുള്ളവരുടെയൊക്കെ മുറിപ്പെടുത്തുന്ന വാക്കുകളെ ശബ്ദമലിനീകരണമായി നീ കണ്ടാൽ മതി. മൂന്നാമത്തെ കാര്യം, നീ എന്ത് തുടങ്ങുമ്പോഴും അത് വിളിച്ചു പറഞ്ഞ് നടക്കരുത്. നിശബ്ദമായി തുടങ്ങുക. ഫലം വന്നിട്ട് മാത്രം ലോകത്തെ അറിയിക്കുക. കാരണം ആൾക്കാർ നിന്റെ വാക്കുകളെയല്ല, നിന്റെ വിജയത്തെയാണ് അംഗീകരിക്കുന്നത്. ഓർക്കുക, നിന്റെ ശവപ്പെട്ടി ചുമക്കാൻ മറ്റുള്ളവർ വരുമായിരിക്കും, പക്ഷേ നിന്റെ സ്വപ്നങ്ങൾ ചുമക്കാൻ ആരും ഉണ്ടാകില്ല. നീ തോറ്റാൽ അത് നിന്റെ മാത്രം തോൽവിയാണ്, ജയിച്ചാൽ അത് നിന്റെ മാത്രം വിജയവുമാണ്. അതുകൊണ്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നോർത്ത് നിന്റെ ജീവിതം ഹോമിക്കരുത്. ചരിത്രം എഴുതിയവരെല്ലാം തന്നെ ഒരു കാലത്ത് നാട്ടുകാർ ഭ്രാന്തനെന്ന് വിളിച്ചവരാണ്. നാളെ നിന്നെപ്പറ്റി നാട്ടുകാർ എന്ത് പറയണമെന്ന് നീയാണ് തീരുമാനിക്കേണ്ടത്. അവർ കഥ പറയട്ടെ, നീ ചരിത്രം സൃഷ്ടിക്കൂ.